എക്സ്ക്യൂസ് മീ, നീ എന്താ പറഞ്ഞേ? നിന്റെ അമ്മയാണ് സൂപ്പർ എന്നോ? നോ, എന്റെ ഉമ്മയാണ് സൂപ്പർ. ഹലോ, അങ്ങനെ പോയാ എങ്ങനെ ചെയ്യാ? എന്റെ അമ്മ സൂപ്പർ. എന്റെ ഉമ്മ നല്ലപോലെ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുമല്ലോ. എന്റെ അമ്മ നന്നായിട്ട് ഡിസ്കോ ഡാൻസ് ചെയ്യുമല്ലോ. എന്റെ ഉമ്മ ദിവസവും പാട്ടും കഥയും എനിക്ക് പറഞ്ഞു തരും. അത് കേട്ടാ ഞാൻ കിടന്നുറങ്ങുന്നേ. എന്റെ അമ്മ നന്നായിട്ട് മേക്കപ്പ് ചെയ്തല്ലോ. ഞാൻ സുന്ദരിയാണ്ട് എന്റെ ഉമ്മക്ക് മേക്കപ്പ് ചെയ്യേണ്ട അത്യാവശ്യമില്ല. ഹലോ, എന്റെ ഉമ്മയാണ് പറഞ്ഞ സുന്ദരൻ. എന്റെ ഉമ്മ സൂപ്പർ. എന്റെ ഉമ്മനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ. ഹലോ ഹലോ, എന്താണിത്? നിങ്ങൾ എന്താണ് പിള്ളേരെ ഒരു ഷോ തുടങ്ങുമ്പോ തന്നെ ഇങ്ങനെ വഴക്കിട്ടിട്ടാണോ തുടങ്ങുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? ചേച്ചി, ഞാൻ പറഞ്ഞു എന്റെ ഉമ്മച്ചിയാ സൂപ്പർ. ചേച്ചി, ഞാൻ പറഞ്ഞു എന്റെ അമ്മയാ സൂപ്പർ. ഓക്കെ, ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ഇത് നിങ്ങളിങ്ങനെ ഇവിടെ ഞാനാണ് സൂപ്പർ, നിങ്ങളാണ് സൂപ്പർ എന്ന് പറയേണ്ട കാര്യമല്ല. ഏത് അമ്മയാണ് സൂപ്പർ എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. മനസ്സിലായോ? നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിച്ചിട്ട് അവരെടുത്ത് ചോദിച്ചാലോ, ഏത് അമ്മയാണ് സൂപ്പർ? ഉമ്മച്ചിയാണോ സൂപ്പർ, അമ്മയാണോ സൂപ്പർ? നമുക്ക് ചോദിക്കാം. എന്ത് പറയണു? തർക്കം വേണ്ടല്ലോ, ഇനി വഴക്കിട്ടില്ലല്ലോ. ഞാൻ വിളിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് നല്ല സിനിമകളൊക്കെ ചെയ്ത് നമ്മുടെ ഇങ്ങനെ ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരു ആർട്ടിസ്റ്റാ. അതുപോലെ തന്നെ ഒരു സൂപ്പർ അമ്മയും കൂടിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം, അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം ശ്വേത ജി. അവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കാണ്. ഇത് എന്റെ അടുത്ത് ചോദിക്കായിരുന്നു, ശ്വേതാജി എപ്പോഴാ വരിക, എങ്ങനെയാ വരിക, ഏത് ഡ്രസ് ആയിട്ടിരിക്കണ, ഒരേ ടെൻഷൻ ഇവർക്ക്. അതിന്റെ കൂടെ ഇവർക്ക് വേറൊരു അടിയും. ആരുടെ അമ്മയാണ് സൂപ്പർ? എനിക്ക് തോന്നുന്നു എന്റെ അമ്മയാണ് ബെസ്റ്റ്. അത് പിന്നെ ആണല്ലോ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഒരു സൂപ്പർ ശ്വേതാജിയെ കിട്ടിയത്. എനിക്ക് തോന്നുന്നു സ്വാസികന്റെ അമ്മയും ബെസ്റ്റ് ആണ്. പക്ഷെ അങ്ങനെ നമ്മളിവിടെ പറഞ്ഞോണ്ടിരുന്ന ഇവരെല്ലാരും കൂടി എടുത്തിട്ട് നമ്മൾ അടിക്കും. അപ്പൊ ഇവരുടെ തർക്കം തീർക്കാനായിട്ട് ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഇവരല്ലല്ലോ അത് തീരുമാനിക്കണ്ടേ, നമ്മളാണല്ലോ. അപ്പൊ എന്നാ നമുക്ക് ഇവരെ സീറ്റിലേക്ക് പറഞ്ഞു വിടാം, അല്ലെ? എന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് തീരുമാനിക്കാം. അങ്ങനെ ചെയ്താലോ? ഓക്കെ അല്ലേ? നമുക്കൊരു ഡാൻസ് കളിച്ചിട്ട് സീറ്റ് നമ്മളെല്ലാം ശരി, ചെയ്യാം അല്ലേ? റെഡിയാണോ? ആരാ പാട്ട് വെക്കുന്നത്? അവര് എവര് പാട്ട് അപ്പോൾ ഇവര് ഭയങ്കര സൂപ്പർ പിള്ളേരാണ്. ഇവരുടെ അമ്മമാരും സൂപ്പർ ആയിരിക്കും ഉറപ്പാണ്. നമ്മൾ സൂപ്പർ ജഡ്ജും സൂപ്പർ ആങ്കറും ആയില്ലെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇടയിൽ ഒരു കട്ട കോമ്പറ്റീഷനും ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ പോയിരിക്കാം. അപ്പൊ എല്ലാ അമ്മമാർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ ബാക്കി പണികളൊക്കെ ചെയ്യട്ടെ. സൂപ്പർ അമ്മയും മകളും